ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആരാ? നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വലിയ ചരിത്രമാണ്. ഈ ഫാത്തിമ ബീവിയുടെ ചരിത്രം വേണം കൊച്ചുമക്കളെ മടിയിലിരുത്തിയിട്ട് വാപ്പാ നീ പറഞ്ഞു കൊടുക്കാൻ. നിന്റെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. ആരാ ഫാത്തിമ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ജനിക്കുന്നത്. മുത്തുനബിയുടെ 35-ാമത്തെ വയസ്സ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു പ്രവാചകന്റെ 35-ാമത്തെ വയസ്സ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയാറുള്ളൂ. ഇപ്പൊ നമ്മളൊക്കെ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ, ഒരാണോ ഒരു പെണ്ണോ ജനിച്ചു കഴിഞ്ഞാൽ കാണുന്നവരെല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട്. ഒന്നുകിൽ പറയും ഇത് വാപ്പാനെ പോലെ തന്നെ ഇരിക്കണേ, അല്ലെങ്കിൽ ഉമ്മാനെ പോലെ തന്നെ ഇരിക്കണേ, ഇങ്ങനെ പറയാറുണ്ട്. എങ്കിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും ഒറ്റ വാക്കേ പറയൂ, വാപ്പാടെ മോള്, വാപ്പാടെ മോള്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ കാണുന്നവരെല്ലാവരും പറയും വാപ്പാനെ വരച്ചു വെച്ചിരിക്കുകയാ. ഫാത്തിമ വാപ്പാനെ പോലെയാ, വാപ്പാടെ മുഖം തന്നെയാണ്, വാപ്പയുടെ കണ്ണ് തന്നെയാണ്, വാപ്പയുടെ കവിള് തന്നെയാണ്, വാപ്പയുടെ ചിരി തന്നെയാണ്. വാപ്പ നടക്കുന്നത് പോലെ, വാപ്പ ഇരിക്കുന്നത് പോലെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നടന്നു വരുന്നത് കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് നടന്നു വരുന്നത് പോലെയാണെന്ന് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുകയാ. ഫാത്തിമ ബീബി നടന്നു വരുന്നത് കണ്ട മുത്തുനബി വരുന്നത് പോലെ തോന്നും. അപ്പൊ ഫാത്തിമ വാപ്പാനെ വരച്ചു വെച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ പോലെ തന്നെയാ ഫാത്തിമ ഇരിക്കണേ. എല്ലാരും ഇങ്ങനെ പറയുന്നത് കാരണം പ്രവാചകന് ഫാത്തിമയോട് വല്ലാത്ത ഒരു ഇഷ്ടമാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേറെ മക്കളുണ്ട്, എങ്കിലും എല്ലാവരും ഫാത്തിമാനെ കാണുമ്പോ പറയും ഉപ്പാനെ പോലെ തന്നെ ഇരിക്കണം. മുത്തുനബിയെ ഖദീജയ്ക്ക് വല്ലാത്ത ഇഷ്ടവാ. അതുകൊണ്ട് വാപ്പാനെ പോലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ ഖദീജ ബീവിക്കും ഫാത്തിമയോട് വല്ലാത്ത സ്നേഹമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തുനബിയെ ഫാത്തിമയ്ക്ക് വലിയ സന്തോഷം. കാരണം പ്രവാചകനെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. 40 വയസ്സ് വരെ പ്രവാചകനോട് ഒരാൾക്കും എതിർപ്പില്ല. എവിടെ ചെന്നാലും സ്ഥാനമാണ്. മുത്തുനബി എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അത് കാരണം ഫാത്തിമയും എല്ലാവരും, റസൂലുള്ളാഹിയുടെ പൊന്നുമോളാണല്ലോ, അതിന്റെ മഹത്വം. വാപ്പാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, മതവ്യത്യാസമില്ലാതെ എല്ലാവരും. മക്കക്കാര് മുഴുവനും അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് പ്രവാചകന്റെ കുടുംബത്തെയും അംഗീകരിക്കുന്നു, ഫാത്തിമാനെ എല്ലാവരും അംഗീകരിക്കുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എവിടെ പോകുമ്പോഴും വാപ്പാടെ കയ്യിൽ പിടിച്ച് നടക്കും. ഏകദേശം 5 കൊല്ലം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു 5 വയസ്സാകുന്നത് വരെ ഫാത്തിമ ബീബി മുത്തുനബിയുടെ കൂടെ നടക്കും, കളിച്ചും ചിരിച്ചും എല്ലാവരും താലോലിക്കുകയാണ്. എല്ലാവർക്കും ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമാണ്. അവസാനം 40-ാമത്തെ വയസ്സിൽ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് കിട്ടി. അള്ളാഹുവിന്റെ പ്രവാചകന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രവാചകന് മക്കക്കാരുടെ മുന്നിലേക്ക് പ്രബോധനവുമായി കടന്നു ചെന്നു. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കക്കാരോട് പറയാൻ ചെന്നപ്പോൾ ഇന്നലെ വല്ല അല്ലമീൻ എന്ന് വിളിച്ച മുത്തുനബി അവര് വിളിച്ചു നീ കള്ളനാ, ഇവന് പ്രാന്ത. അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് കളിയാക്കാൻ തുടങ്ങി. പ്രവാചകൻ അവര് വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത പ്രയാസമായി. തന്റെ പിതാവിനെ എല്ലാവരും കുത്തുവാക്ക് പറയുന്നു, പരിഹസിക്കുന്നു, എല്ലാവരും പ്രവാചകനെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെ ഇതൊക്കെ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളിങ്ങനെ കണ്ടു വളരുകയാ. അത് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് ജനങ്ങളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഉപദ്രവം തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെ ഉപദ്രവിക്കാൻ തുടങ്ങി, പ്രവാചകനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്വഹാബികൾ മുത്തുനബിയുടെ മുന്നിൽ വന്ന് പരാതി പറയുമ്പോ പ്രവാചകൻ അവരോട്, സഹാബത്തിനോട് അബ്സീനയിലേക്ക് പ്രവാചകൻ അവിടെ നിന്ന് ഹിജ്റ പോകാൻ പറഞ്ഞു. അങ്ങനെ വലിയ വലിയ സഹാബത്ത്, മഹാനായ അബൂബക്കർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, ഇങ്ങനെയുള്ള വലിയ സഹാബത്ത് മുഴുവനും ഈ ഹിജ്റ പോയി. മുത്തുനബി മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ 5-6 വയസ്സുണ്ട്. 6 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പിതാവിനെ കാണുന്നില്ല. ഫാത്തിമ തന്റെ വാപ്പയെ തെരഞ്ഞു നടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട പിതാവിനെ തെരഞ്ഞ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ നടന്നു വരുമ്പോൾ
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ സുജൂദിൽ കിടക്കുമ്പോ അബൂജഹലും തന്റെ അനുയായികളുമുണ്ടല്ലോ, അതാ പടച്ചവനെ, അതാ ചത്ത് കിടക്കുന്ന അതാ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയുണ്ടല്ലോ, ആ കുടൽമാല വല്ലാത്ത ഭാരമുള്ളതാണ്. ആ പുഴുത്ത് നാറിയ കുടൽമാലയുണ്ടല്ലോ, അവിടെ വലിച്ചു കൊണ്ടുവന്ന് പ്രവാചകന് സുജൂദിൽ കിടക്കുമ്പോൾ മുത്തുനബിയുടെ തലയുടെ മുകളിലേക്ക് എടുത്തിടുകയാണ്. സുജൂദിൽ കിടക്കുന്ന പ്രവാചകന് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അതാ തന്റെ തലയുടെ മുകളിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കിടക്കുകയാണ്. പ്രവാചകന് അതെടുത്തു മാറ്റാൻ കഴിയുന്നില്ല. കാരണം വേറെ സ്വഹാബികൾ ആരുമില്ലല്ലോ, എല്ലാവരും പടച്ചവനെ ഹിജ്റ പോയിരിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന 6 വയസ്സുള്ള പൊന്നാര മകള് വാപ്പാനെ തെരഞ്ഞു വരുമ്പോ വാപ്പ സുജൂദിൽ കിടക്കുകയാണ്. അപ്പാടെ തലയുടെ മുകളിൽ പുഴുത്തുമാറിയ കുടൽമാല എടുത്തിട്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാ. പടച്ചവനെ, ആ പിഞ്ചു മകളുണ്ടല്ലോ, വാപ്പാടെ തലയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന കുടൽമാല വലിച്ച് തറയിലിടാൻ സഹായിക്കുകയാണ്. ഉപ്പാന്റെ തലയുടെ മുകളിൽ നിന്ന് കുടൽമാല വലിച്ച് താഴെയിട്ടു. അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമായി, അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനമായി. മുത്തുനബി സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുണ്ടല്ലോ, വാപ്പാന്റെ ശരീരത്ത് വാപ്പാടെ തലയില് പടച്ചവനെ പറ്റിപ്പറ്റിയതാ പറ്റിയിരിക്കുന്ന കുടൽമാലയുടെ വേസ്റ്റുകളുണ്ടല്ലോ, ആ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് വാപ്പയുടെ തലയിൽ നിന്ന് എടുത്തു വൃത്തിയാക്കുകയാ. വാപ്പാടെ തലയിൽ നിന്ന് അത് മുഴുവനും എടുത്തിങ്ങനെ വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ ചോദിച്ചു, വാപ്പാ, എന്തിനാ എന്റെ ഉപ്പയോട് ഇവരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഉപ്പാനെ എന്തിനാണ് ഇവര് വേദനിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകൾ അവിടെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ലാ കറുബ അലാ അബീകി ഫിൽ ആഖിറ. ഫാത്തിമ, ഉപ്പയ്ക്ക് ഇവിടെയല്ലേ പ്രയാസമുള്ളൂ, ഇവിടെയല്ലേ വാപ്പയ്ക്ക് പ്രയാസമൊക്കെ ഉള്ളൂ, ആഖിറത്തിൽ നിന്റെ ഉപ്പയ്ക്ക് ഒരു പ്രയാസവുമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകളെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബി വീട്ടിലേക്ക് നടന്നുപോയി. പടച്ചവനെ, പിന്നെ വല്ലാത്ത ദുഃഖത്തിന്റെ കഥകളാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയപ്പോ ഫാത്തിമ ബീവിക്ക് 2 സഹോദരിമാരാണുള്ളത്. ഒന്ന് റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്, രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു പോയപ്പോ അതാ പുതിയ മതവുമായി കടന്നു വന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ട. പടച്ചവരെ, മുത്തുനബിയുടെ 2 മക്കളുണ്ടല്ലോ, 2 പെൺമക്കളെയും തലാഖ് പറയുകയാണ്. പുതിയ മതവുമായിട്ട് വരുന്ന മുഹമ്മദിന്റെ മക്കളെ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെയും ബന്ധം ഒഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. 2 സഹോദരിമാരും വിധവകളായി വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. ആ ചെറുപ്പം മുതലേ ഫാത്തിമയ്ക്ക് വല്ലാത്ത പ്രയാസം തുടങ്ങി. 2 സഹോദരിമാരെയും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അവരുടെ കണ്ണുനീര് കൂടെ ഫാത്തിമ കാണുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വല്ലാത്ത പീഡനങ്ങളും ദുരിതങ്ങളും സഹിക്കാൻ കഴിയാതെ വന്നു. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുടുംബത്തെയും ഊരുവിലക്കി. അള്ളാഹുവിന്റെ പ്രവാചകനെയും തന്റെ കുടുംബത്തെയും ഊരുവലക്കാൻ തീരുമാനിച്ചു. ശൈബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നാര ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹ, അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഇങ്ങനെ പ്രവാചകന്റെ കുടുംബത്തെ കൊണ്ടുപോയിട്ട് ഒരു മലഞ്ചെരുവിൽ കൊണ്ടുപോയിട്ട് ഊരുവിലക്കിയിട്ടിരിക്കുകയാ. ഒരാളും സഹായിക്കാനോ സഹകരിക്കാനോ ഒന്നിനും പാടില്ല.
ഖുറൈശികൾ അവിടെ നിന്ന് ഓർഡർ ഇട്ടു, ഒരാളും സഹകരിക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ കുടുംബവും ആ ശൈബു അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ഇങ്ങനെ കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളും സഹായിക്കാനില്ല. കയ്യിലിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിന് കഴിക്കാനൊന്നുമില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് വിശപ്പ് സഹിക്കാൻ കഴിയാതെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്ന്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ്. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പാടെ ചാരത്ത് പരാതി പറയാൻ പോകുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ വാപ്പാരോട് വിശക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പിതാവ് പുല്ലു പറിച്ച് തിന്നുകയാണ്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇലകള്, വൃക്ഷത്തിന്റെ ഇലകളുണ്ടല്ലോ, ആ ഇലകള് പറിച്ചിട്ട് പ്രവാചകന് വിശപ്പ് കാരണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് കാണുന്ന കാഴ്ച ഇതാണ്. വാപ്പ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ചു കഴിക്കുന്ന രംഗമാണ്. തന്റെ ഭാര്യയും തന്റെ മക്കളും പട്ടിണി കിടക്കുന്നത് കണ്ടപ്പോ പ്രവാചകന് സഹിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഫാത്തിമ പഠിക്കുന്നത് അവിടെ നിന്നാണ്. അബീ താലിബിന്റെ മലഞ്ചെരുവിൽ നിന്നാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധം പഠിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പൊന്നാര മക്കളും ഭാര്യയും പട്ടിണി കിടക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ ഇല പറിച്ച് കഴിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ഖദീജ. മുത്തുനബി തന്റെ ഭാര്യയെ വിളിക്കുകയാണ്, ഖദീജ, ഖദീജ. എല്ലാവർക്കും എന്നോട് വല്ലാത്ത ദേഷ്യമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുന്നു, ഖദീജ, എല്ലാവർക്കും എന്നോടാ ദേഷ്യം, നിന്നോട് ആർക്കും ദേഷ്യമില്ല. അതുകൊണ്ട് ഖദീജ, നിനക്കാണെങ്കിലും പട്ടിണി കിടന്നു പരിചയമില്ല. കാരണം നീ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാ. മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകളാണ് നീ. നിനക്ക് പട്ടിണി കിടന്നു പരിചയമില്ല. ഇതുപോലെ വന്ന് ഈ മലഞ്ചെരുവിൽ കടന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. നിങ്ങൾ പഠിക്കണം. ഖദീജ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഖദീജ, നീ മക്കളെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോ. എന്തിനാ ഇവിടെ പട്ടിണി കിടക്കുന്നത്? പുല്ലു പറിച്ചുകൊണ്ട്, അതാ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന മുത്തുനബി ഇത് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പോകൂല നബിയെ, എന്നെ പറഞ്ഞു വിടരുത്. ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു ഭാര്യ യാചിക്കുകയാ, എന്നെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞു വിടരുത് നബിയെ. നിങ്ങൾ പട്ടിണി കിടന്നു മരിച്ചിവിടെ കിടന്ന കൂടെ ഈ ഖദീജയുണ്ട് നബിയെ. നബിയെ, അങ്ങവിടെ കിടന്നു പട്ടിണി കിടന്നു മരിച്ചാലും ഈ ഖദീജയും കൂടെയുണ്ട് നബിയെ. ഒരിക്കലും അങ്ങയെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ ഖദീജ ബീബി പറഞ്ഞു കൊടുത്ത മറുപടി അതാണ്, പഠിച്ചവനെ, വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുകയാ. വാപ്പയും ഉമ്മയും കൂടെ മത്സരിക്കുന്നതാണ് ഖദീജ ബീബി. തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്നെ പറഞ്ഞു വിടല്ലേ. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും പട്ടിണിയാണെങ്കിലും മരിക്കാൻ ഈ ഖദീജ തയ്യാറാ. ഞാൻ പോകില്ലെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് യാചിക്കുന്നതാണ് ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകള് കണ്ടുപഠിക്കുന്നത്. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിലും മക്കളുണ്ടല്ലോ, അവര് കണ്ടുപഠിക്കുന്നത് എന്താണ്? വാപ്പ ഉമ്മാനെ തല്ലുന്നത്, ഉമ്മ ഉപ്പാനെ ചീത്ത വിളിക്കുന്നത്, പരസ്പരം കളിയാക്കുന്നത്, പരസ്പരം പരിഹസിക്കുന്നത്,
എപ്പോഴും ബാപ്പയും ഉമ്മയും കിടന്ന് തമ്മിലടിക്കുന്നത് കണ്ടാണ് നമ്മുടെ മക്കള് വളരുന്നത്. പക്ഷേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പ്രയാസത്തിന്റെ നടുവിലും ബാപ്പയുടെ കൂടെ നിൽക്കുന്ന ഉമ്മാനെയാണ് കാണുന്നത്. പഠിച്ചവനെ അതാ രോഗിയായി കഴിയുമ്പോ, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോ, കളഞ്ഞിട്ട് പോകുന്ന പെണ്ണുങ്ങളുടെ നടുവില് ഒരു പ്രയാസത്തിന്റെ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് താങ്ങായി നിൽക്കുന്ന ഭാര്യയെ കണ്ടാണ് ഫാത്തിമ വളരുന്നത്. പഠിച്ചവനെ അവിടെ പട്ടിണി കിടന്നത് 1 മാസമോ 3 മാസമോ 6 മാസമോ 1 കൊല്ലമോ അല്ലടാ ചെറുപ്പക്കാരാ, 3 കൊല്ലമാണ് അവര് പട്ടിണി കിടന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനും ശൈബു അബീ താലിബിന്റെ മലഞ്ചെരുവില് പ്രവാചകന്റെ കുടുംബം 3 വർഷക്കാലമാണ് അവിടെ കിടന്നത്. ചരിത്രം പറയുകയാണ്, വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങള് കാശിക്കുന്നത് പോലെ കാശിക്കുകയാ. പടച്ചവനെ 3 കൊല്ലം കഴിഞ്ഞു. അവസാനം പടച്ചവനെ ജനങ്ങളെ മുഴുവനും സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഊരുവലക്കൊക്കെ കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ കിടന്നു പട്ടിണി കിടന്നിട്ട് അവിടെ രോഗം പിടിച്ചു. ഖദീജ ബീവി തളർന്നു തുടങ്ങി. അങ്ങനെ അവസാനം അല്ലാഹുവേ അവിടെ നിന്ന് വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹ്ദി ഖദീജ റളിയല്ലാഹു തആല അൻഹ രോഗിയായി. പട്ടിണി കിടന്നു ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയായി. 65 വയസ്സുണ്ട്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു ദിവസം കുളിച്ചൊരുങ്ങി നിൽക്കുകയാ. ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് നിൽക്കുക 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുക. ഫാത്തിമ എന്ന് പറയുന്ന ചെറിയ മകൾ ഇത് കാണുന്നുണ്ട്, ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത്. വാപ്പ വീട്ടിലേക്ക് കയറി വന്നു. ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിച്ചു. പതിവില്ലാത്ത രീതിയിൽ അന്ന് അടുത്തുപോയി ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നല്ലതുപോലെ ഭക്ഷണമെല്ലാം വിളമ്പി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കിടക്കുകയാ. ഒരു വാപ്പയും ഉമ്മയും കിടന്ന് സ്നേഹിക്കുന്നത് പൊന്നാര മകൾ ഇങ്ങനെ കാണുകയാ. വാപ്പാടെ മടിയിൽ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതും 65 വയസ്സുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? എന്തേ ഖദീജ നീ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നേ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് നീ എന്നെ കാണാൻ നിനക്ക് ഇപ്പോഴാണോ അത് തോന്നിയേ? ഖദീജ 25 വർഷമായിട്ട് നീ എന്നെ കാണുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ചിന്തിക്ക്, 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാ. ആ സമയം നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെ വീടിന്റെ അവസ്ഥ. 40 വയസ്സ് കഴിഞ്ഞാൽ ഭർത്താവ് ഒരു റൂമിൽ, ഭാര്യ ഒരു റൂമിൽ കിടക്കുന്ന കാലമാണ്. ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന വാപ്പമാരോട്, ഈ സദസ്സിൽ നെളിഞ്ഞിരിക്കുന്ന എന്റെ ഉപ്പമാരോട്, വേദിയിലും പുറത്തു ഇരിക്കുന്നവരോട്, സ്വന്തം ഭാര്യയുടെ കൂടെ ഇപ്പോഴും കിടന്നുറങ്ങണ എത്ര ഭർത്താക്കന്മാരാ ഉള്ളത്? കാരണം 40 കഴിഞ്ഞു, 45 കഴിഞ്ഞു, ഇനിയിപ്പോ എന്തിപ്പ ഇല്ലേ? ഇനിയിപ്പോ എന്ത്? എങ്കിൽ അള്ളാഹുവെ അപ്പോഴാ സ്നേഹിക്കേണ്ടത്. നീ വിചാരിച്ചോ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയാ സ്നേഹിക്കേണ്ടതെന്ന്? ആരാ പറഞ്ഞതെന്ന്? വാപ്പ കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രിയല്ല സ്നേഹിക്കേണ്ടത്. അത് സ്നേഹിക്കാൻ ആരെ കൊണ്ടും പറ്റും, കാരണം പുതുജോടിയ. പക്ഷെ സ്നേഹിക്കേണ്ടത് എപ്പോഴെന്നറിയോ? പ്രായമായി വരുമ്പോഴാണ്. പ്രായമായി വരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്.